ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? മാഷാ അല്ലാ, ഇന്ന് ഫസ്റ്റ് നോമ്പാണല്ലേ നാട്ടിലൊക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു നോമ്പ് അൽഹംദുലില്ലാ ഒരു നോമ്പ് റാഹത്തായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നോമ്പ് ഇവിടെ പറഞ്ഞു പോയി. ഇനി ഇൻഷാ അല്ലാ ബാക്കിയുള്ള നോമ്പും കൂടിയൊക്കെ ഒരു കുഴപ്പമില്ലാതെ മുഴുവനാക്കി എടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസം കൊണ്ട് പെട്ടെന്ന് ഒപ്പിച്ചിട്ടുള്ള നോമ്പും പണികളും ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നും ആവാത്തത് കൊണ്ട് തന്നെ വന്ന് ഉടനെ അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും നോമ്പൊക്കെ ആവല്ലേ, അപ്പം ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെയുള്ള ബോട്ടിലുകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞങ്ങൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന വാട്ടർ ബോട്ടിലുകളാണ്. ഒരു 10-20 ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പുറത്താണ് വെക്കാറുള്ളത്. അപ്പം ഞാൻ നാട്ടിൽ പോയി ഒരു 3 മാസം 4 മാസമൊക്കെ ആയല്ലോ വന്നിട്ട്. അപ്പോൾ ആകെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാസം ഇങ്ങനെ ഞങ്ങൾ ബോട്ടിൽ വെള്ളം വാങ്ങാറുണ്ട്. അപ്പോൾ വാങ്ങുന്ന സമയങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകാറുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ആയതുകൊണ്ട് തന്നെ ആകെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് സോപ്പിട്ട് കഴുകി ബോട്ടിലിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് പോയി വന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് സുഖമില്ലാതെ ആയിപ്പോയി. മക്കൾക്കും എനിക്കും റെൻകാക്കൊക്കെ. ഞങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ റെൻകാക്ക് ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പനിയും കഫക്കെട്ടും ജലദോഷമൊക്കെ പിടിച്ചു. പിന്നെ എനിക്കും മക്കൾക്കൊക്കെ വന്ന് നല്ല ഒന്ന് നന്നായിട്ട് തന്നെ പിടിച്ചു കേട്ടോ. എല്ലാവർക്കും പനിയും കഫക്കെട്ടും ജലദോഷമൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കിടപ്പിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പൊക്കെ ആവുന്ന സമയത്ത് പണികളൊന്നും എനിക്ക് തീർക്കാൻ പറ്റിയില്ല. പിന്നെ നോമ്പിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് ഇപ്പോൾ ഞാനിതൊക്കെ ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിലാണ് എല്ലാം ചെയ്ത് തീർത്തത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പണികൾക്കൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ 3 ദിവസം കൊണ്ട് ചെയ്ത് തീർത്ത പണികളാണ്. അപ്പോൾ വിശദമായിട്ടൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് വീഡിയോസൊക്കെ ഇടാനും വൈകിപ്പോയത്. പിന്നെ നമ്മൾ റമളാനിൽ ഒരുപാട് ഒരുക്കങ്ങൾ ഒരുക്കി വെക്കാനുള്ളതും അങ്ങനെയൊക്കെയുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്രാവശ്യം അതൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വയ്യാതിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. നാട്ടിലൊക്കെ പലരും പറയാറുണ്ട്, നാട്ടിലല്ലേ നോമ്പ് പണികളൊക്കെ ഉള്ളൂ, ഗൾഫിലൊന്നും ഇപ്പോൾ എന്താ നോമ്പ് പണികൾ എന്നൊക്കെ പലരും പറയാറെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി എവിടെയാണെങ്കിലും ഇവിടെ നമ്മൾ നിൽക്കുന്ന ഒരു റൂമാണെങ്കിൽ കൂടി അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുമ്പം റമളാനിൽ നമുക്കൊരു തൃപ്തിയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു റൂമും ഒരു ഹോളും ആണ്. അപ്പോൾ കൂടുതലും നമ്മൾ ഇടപഴകുന്ന സ്ഥലങ്ങൾ അറിയുന്നത് ആ ഒരു റൂമും ആ ഒരു കിച്ചണും ഒരു റൂമും മാത്രമായിരിക്കും. അപ്പോൾ അവിടെ പെട്ടെന്ന് വൃത്തികേടാവുകയും ചെയ്യും. നമ്മുടെ നാട്ടിലത്തെ ഒന്നും പോലെയല്ല. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും പെട്ടെന്ന് അങ്ങനെ വൃത്തികേടാവില്ല. പക്ഷേ നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതൽ ഇടപഴകുന്ന ഒരു സ്ഥലമാകുമ്പോൾ പെട്ടെന്ന് വൃത്തികേടാവും. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ക്ലീൻ ചെയ്യൽ നമുക്കൊരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ക്ലീൻ ചെയ്താലേ ഒരു റമളാനിൻ്റെ തൃപ്തി വരുള്ളൂ. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ കാര്യം. ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും ഷെൽഫുകളും അതുപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, കിച്ചണ് മൊത്തത്തിൽ, ബാത്റൂം അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതും കുറച്ച് പണികൾ തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പണികൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ പെട്ടെന്ന് വയ്യായ്കയൊക്കെ ഒന്ന് മാറിയിട്ട് പെട്ടെന്നാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തത്. വയ്യാത്തത് കൊണ്ട് തന്നെ റമളാനിൻ്റെ തലേ ദിവസം വരെ പണികളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തെങ്കിലും എല്ലാം ഒന്ന് റെഡിയായി വൃത്തിയായിട്ടാണ് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഒരു സമാധാനം, ഒരു തൃപ്തി വന്നത്.
ഇതിപ്പോൾ ഞങ്ങളെ കട്ടിലിൻ്റെ അടിഭാഗമാണ്. ഇതിങ്ങനെ ഇടക്ക് പൊന്തിച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ എപ്പോഴൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റുന്നതല്ല, കാരണം ഈ ബെഡിന് ഭയങ്കര വെയിറ്റാണ്. എനിക്ക് എന്തായാലും അത് പൊന്തിച്ച് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റെൻകാക്ക ഇടയ്ക്കൊന്ന് ബെഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റി തരുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറേ ആയിട്ട് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അമ്നുവിൻ്റെ കുറേ ടോയ്സുകളും ഒക്കെ കാണാതെ കിടപ്പുള്ള എല്ലാം ഇതിൻ്റെ അടിയിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ പൊന്തിച്ച ഉടനെ തന്നെ രണ്ടാളും വന്ന് പെറുക്കുകയാണ് കേട്ടോ. എൻ്റെ അലമാരകളും കട്ടിലൊക്കെ ഇങ്ങനെ വൈറ്റ് കളറിലാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വൈറ്റ് കളറിലുള്ള അലമാരകളും ഷെൽഫുകളൊക്കെ. പക്ഷെ നമ്മൾ ഈ കുഞ്ഞു മക്കളുള്ള സ്ഥലത്തൊന്നും ഇങ്ങനെ വൈറ്റ് കളറിലുള്ള ഷെൽഫുകളും അലമാരകളും കട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വൃത്തികേടായി കഴിഞ്ഞാൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ അമ്നു തന്നെ ഒരുപാട് കളർ കൊണ്ടും പെന്ന് കൊണ്ടും ഒക്കെ വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ ഇതിലൊന്നും കാണാത്തതാണ്, കുറേ വരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുമരിലാകെ വരച്ചിട്ടുണ്ട്. ചുമര് എവിടെയും നോക്കിയാൽ അവരുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചുമരിൽ ഇങ്ങനെ വാൾ സ്റ്റിക്കർ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ്. പക്ഷെ അതൊന്നും റെഡിയായി കിട്ടിയില്ല. റംസാൻ്റെ മുമ്പ് ചുമരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സ്റ്റിക്കർ ഒട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഞങ്ങൾ പോയ സമയത്ത് അത് കിട്ടാത്തത് കൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ വയ്യാതായപ്പോൾ പിന്നെ അതിനൊന്നും നിന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ എന്തായാലും റംസാൻ്റെ മുമ്പ് ചുമരൊക്കെ ഒന്ന് നല്ല ഭംഗിയാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. നമുക്ക് എത്ര വലിയ വീടാണെങ്കിലും ഇനിയിപ്പോൾ ഒരു കുഞ്ഞു വീടാണെങ്കിലും നമ്മളെങ്ങനെയാണോ അത് വൃത്തിയിൽ കൊണ്ട് നടക്കുന്നത്, ആ ഒരു വൃത്തിയാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളത് ഇപ്പോൾ ഈ ഒരു കുഞ്ഞു റൂമാണെങ്കിലും എനിക്ക് ഈ ഒരു റൂം ചുമരൊക്കെ നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയിലാക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. ഇൻഷാ അല്ലാ സ്റ്റിക്കറൊക്കെ റെഡി ആയിട്ട് ഇനി റമദാനൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ റെഡിയാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആ കട്ടിലിൻ്റെ അടിയൊക്കെ ക്ലീൻ ചെയ്ത് ബെഡിന് ആ ഒരു ബെഡ് കവറൊക്കെ ഞാൻ ഈ ബെഡ് കവറും ബെഡ്ഷീറ്റൊക്കെ വാങ്ങിയത് കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബെഡ് കവർ ഇട്ടാൽ നമ്മളെ ബെഡ് എന്നും എപ്പോഴും ക്ലീൻ ആയി അങ്ങനെ കിടക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് ആ ബെഡ് കവർ ഊരി വാഷ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ബെഡ് കവർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ച് വെച്ചാൽ ഇനിയിപ്പോൾ മക്കളൊക്കെ ചാടിയാലും എന്തായാലും അങ്ങനെ പെട്ടെന്നൊന്നും ബെഡ്ഷീറ്റ് ചുളിയാതെ കിടക്കും. ആ ഒരു വൃത്തിയിൽ തന്നെ എപ്പോഴും കിടക്കും കേട്ടോ. അങ്ങനെ അലമാരകളും കട്ടിലും ഷെൽഫുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ. വൈറ്റ് കളറായാൽ ആ ഒരു പ്രത്യേകത അത് വേറെ തന്നെയാണ്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കൂടുതൽ കളറ് വെക്കും. അതിന് നല്ല ഒരു ക്ലീൻ ആയത് വേറെ തന്നെ അറിയും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചുമര് കണ്ടാൽ ക്ലീൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് പറയാൻ പറ്റില്ല. അത്രക്കും വൃത്തികേടാണ് ചുമരൊക്കെ. ഇൻഷാ അല്ലാ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളുള്ള സ്ഥലത്തൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. പെട്ടെന്ന് തന്നെ മുഷിഞ്ഞു പോവും. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വൃത്തിയാക്കുന്ന ഈ ഒരു ഇതിൽ നിൽക്കുന്നത് ചിലപ്പോൾ ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, നാളെ ആകെ അലമ്പാക്കിയിടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ആംഗിളർ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ എത്ര വെയിറ്റ് ഉള്ളത് വെച്ചാലും പോരുന്നൊന്നുമില്ല. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്തതാണ്. വന്നിട്ട് പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാനൊന്നും നിന്നിട്ടില്ല. കാരണം ഇവിടെ റെൻകാക്ക ഉള്ളതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് അങ്ങനെ ഓഫാക്കിയിട്ടിട്ടൊന്നുമില്ല, ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ മുഷിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അന്ന് ക്ലീൻ ചെയ്യാതെ നോമ്പിന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അമ്നു എൻ്റെ കൂടെ തന്നെ ഉണ്ട് ക്ലീൻ ചെയ്യാൻ. അവന് ഇതേപോലെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യാനും തുടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കൂടെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവന് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഫ്രിഡ്ജിനുള്ളിലെ എല്ലാ ഷെൽഫും പുറത്തെടുത്തിട്ട് പിന്നെ ബാത്ത് ടബിൽ കൊണ്ടുപോയിട്ട്
എല്ലാം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് കഴുകിയിട്ടാണ് പിന്നെ തുടച്ച് ഇതിനുള്ളിലോട്ട് വെച്ചത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അല്ലാതെ നമ്മളിത് തുടച്ചെടുത്താൽ ഒരുപാട് ടൈം പിടിക്കും. കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും, പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ എല്ലാം ചെയ്യുന്നത് ബാത്റൂമിൽ ഒരു ബാത്ത് ടബിൽ വെച്ചാൽ നമുക്ക് വിശാലമായിട്ട് തന്നെ കഴുകി എടുക്കാം. ലാസ്റ്റ് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഈ അഴുക്കും എല്ലാം ബാത്റൂമിലുണ്ടാവും. അത് ലാസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞു. ഫ്രിഡ്ജും ഇതുപോലെ വൈറ്റ് കളറായതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും കേട്ടോ, നല്ല വൈറ്റ് കളറിൽ കിട്ടും. ഇതിപ്പോൾ ഇതിന്മേൽ ഒരുപാട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഒട്ടിച്ചതല്ല കേട്ടോ, ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ് ഈ ഒരു ഫ്രിഡ്ജ്. അപ്പോൾ അതിന്മേൽ ആദ്യം തന്നെ ഓൾറെഡി ഉള്ളതാണ് ഈ സ്റ്റിക്കേഴ്സൊക്കെ. കുഴപ്പമില്ലാത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രിഡ്ജ് തന്നെയാണ് കേട്ടോ. ഇനി ബാത്റൂമും കിച്ചണും ആണ് ലാസ്റ്റ് ക്ലീൻ ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പം ഞാൻ കിച്ചണും കൂടി ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് ബാത്റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കാരണം നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കുന്നത് ഈ ഒരു ബാത്ത് ടബിൽ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുവന്ന് ഇതിൽ വന്ന് ഓരോന്ന് ക്ലീൻ ചെയ്യുമ്പോൾ പിന്നെയും അഴുക്കാവും ബാത്റൂം മുഴുവൻ. അപ്പോൾ ലാസ്റ്റ് ബാത്റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ഒരു ദിവസം കിച്ചണ് ക്ലീൻ ചെയ്യാൻ നിന്നാൽ പിന്നെ നൈറ്റ് ആകുമ്പോഴേക്കും എന്തായാലും കിച്ചണ് ഒരുപാട് നേരത്തെ പണിയുള്ളതാണ്. അപ്പോൾ കഴിയില്ല എന്ന് വിചാരിച്ചപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പിറ്റേ ദിവസം കിച്ചൺ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ബാത്റൂമിലേക്ക് നിന്നതാണ് കേട്ടോ. ബാത്റൂമൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും കഴുകി വൃത്തിയാക്കുന്നതാണ്. പിന്നെ ചുമരുകളൊക്കെ കുറേ ആയിട്ട് കഴുകിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തപ്പോഴേക്കും ഒരുപാട് നേരമായി. പിന്നെ കിച്ചണിലേക്ക് വരാൻ ടൈമില്ലായിരുന്നു. അങ്ങനെ ഞാൻ നോമ്പിൻ്റെ തലേ ദിവസമാണ് കേട്ടോ കിച്ചണിലേക്ക് നിന്നത്. സത്യത്തിൽ നാട്ടിലും ഇവിടെയും ഇന്ന് തന്നെയാണ് ഒരേ ദിവസമാണ് നോമ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോമ്പിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ പണികളൊക്കെ ഫുള്ള് തീർക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു ദിവസം മുമ്പ് ഇവിടെ നോമ്പ് സ്റ്റാർട്ടാവും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോമ്പിൻ്റെ തലേ ദിവസം തന്നെ പണികളുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ കിച്ചണിൽ ഒരു ദിവസം മുഴുവൻ എടുക്കേണ്ട പണി തന്നെ ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് മുഷിയുന്ന സ്ഥലമാണ് കേട്ടോ ഈ ഒരു കിച്ചണ്. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ്. എങ്കിൽ കൂടി ഇവിടെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്പേസുള്ള കിച്ചണാണ്. നമ്മൾ ഒരുപാട് ടൈം ഉപയോഗിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്പേസ് അല്ലേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീനും എല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഒരു കിച്ചണിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മുഷിഞ്ഞോ കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്തതാണ്. ഇതിൻ്റെ വാഷിംഗ് മെഷീനും ഈ ഒരു ടേബിളൊക്കെ നീക്കി അതിൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ 2-3-4 മാസമായല്ലോ. അപ്പോൾ അതിൻ്റെ അഴുക്ക് മുഴുവൻ ഇവിടെ കാണാനുണ്ട്. പിന്നെ കിച്ചണ് ഫുള്ള് ടൈലായതുകൊണ്ട് തന്നെ നിലവും ചുമരൊക്കെ ടൈലായതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എല്ലാം ഹോളിലേക്ക് മാറ്റിയിട്ട് മൊത്തത്തിൽ ഹോളിലേക്ക് മാറ്റിയിട്ട് നല്ല സോപ്പിട്ട് ചുമരോ ആയാലും നിലം ആയാലും ഒക്കെ നല്ല ഉരച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തു. അതുകൊണ്ട് തന്നെ നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളറായതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ തന്നെ ക്ലീനായ പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു 2-3 ദിവസം കൊണ്ട് പണികളൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വർഷത്തെ എൻ്റെ നോമ്പിൻ്റെ നോമ്പ് പണികളും വിശേഷങ്ങളൊക്കെ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഒപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.